ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട് പറയാം. വാ. എന്താടാ? ദേ കണ്ട. ഞാൻ ചോദിച്ചത് അമിത്ഷാ അവതരിപ്പിച്ച ആ നിയമത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്. ഇപ്പോൾ അസമിലെ പൗരത്വ രജിസ്റ്റർ തുടക്കമിട്ടു കഴിഞ്ഞല്ലോ. 19 ലക്ഷത്തോളം പേർക്ക് പൗരത്വ രജിസ്റ്ററിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇന്ത്യക്കാരായ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. 13 ലക്ഷം പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരല്ല. അവർക്ക് ഈ നിയമത്തോടുകൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ? തനി ആ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കിയതിൽ പല സ്ഥലങ്ങളിലും അപാകതയുണ്ട്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ ഗവൺമെന്റ് തന്നെ അതിൽ സുപ്രീം കോടതി കിട്ടുമല്ലോ ശ്രീ വി വി രാജേഷ്. താങ്കൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചത് കൊണ്ടാണ് നേരിട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. കിട്ടുമല്ലോ. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അല്ല, അവിടെ ഡിസ്പ്യൂട്ട് ഉള്ളവർക്ക് ട്രൈബ്യൂണലിൽ സമീപിക്കാം. ഇതിപ്പോൾ സുപ്രീം കോടതി മുമ്പിലാണ്. ഈ നിയമത്തോടു കൂടി ശ്രീ വി വി രാജേഷ്, ഇങ്ങനെ ഒരു സംവിധാനം ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ നിയമത്തോടു കൂടി ആ 13 ലക്ഷം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുമോ ഇല്ലയോ ശ്രീ വി വി രാജേഷ്? ഞാൻ എന്റെ ഉത്തരവ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ പൗരത്വ പട്ടികയിൽ നിന്ന് ഇപ്പോൾ തയ്യാറാക്കിയ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് അവർക്ക് ആവശ്യമായ അവരുടെ മതിയായ രേഖകൾ ട്രിബ്യൂണലിന്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം ലഭിക്കും. ആണോ? ഭയങ്കര. ഇത് ഗവൺമെന്റിന്റെ കയ്യിലല്ല, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് ഈ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നത്. വി വി രാജേഷ്, കുറച്ചുകൂടി നേരിട്ട് നമുക്കത് സംസാരിക്കാമല്ലോ. താങ്കൾ ചോദിച്ചത് എന്താണ് ഈ നിയമം ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരെ എങ്ങനെ ബാധിക്കും എന്നതാണ്. അതിന് നേരിട്ടുള്ള ഉദാഹരണമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അസം പൗരത്വ രജിസ്റ്ററിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഈ നിയമത്തോടുകൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലേ? ഇത് വലിയ കോടാലിയായല്ലോ. ഈ നിയമം പാസ്സാക്കുന്നതോടുകൂടി 2014 ഡിസംബർ 31 മുൻപ് ഇവിടെ വന്ന എല്ലാവർക്കും ന്യൂനപക്ഷ സമുദായത്തിൽ ലഭിക്കും. പിന്നെ നാണക്കെടുത്തി. അപ്പോൾ ഈ 4 ലക്ഷം വരുന്ന അല്ലെങ്കിൽ 5 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പൗരത്വം ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നമല്ലേ ശ്രീ വി വി രാജേഷ്? 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് ശ്രീ വി വി രാജേഷ്, അപ്പോൾ ബാക്കിയുള്ള ഈ 5 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ശ്രീ വി വി രാജേഷ്? ഉത്തരം പറ. അവർക്കുള്ള പൗരത്വം എന്തുകൊണ്ട് ലഭിക്കില്ല? അവരെന്തിനൊഴിവാക്കി? അവരുടെ കാര്യത്തിൽ ഗവൺമെന്റ് പറഞ്ഞോ ഷാനി? അവരെ ഈ രാജ്യത്ത് നിന്ന് എവിടെയെങ്കിലും പറഞ്ഞു വിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞോ? അവരുടെ ആ പ്രശ്നം ഗവൺമെന്റിന്റെ മുൻപിലുണ്ട്. ആ പ്രശ്നം ഗവൺമെന്റ് അഡ്രസ് ചെയ്യും. താങ്കൾക്ക് നേരിട്ടൊരൊറ്റ ചോദ്യം, ഇന്ത്യൻ പൗരനാണ് എന്ന പദവി താങ്കൾക്ക് പ്രധാനമാണോ അല്ലയോ? മാധ്യമങ്ങളും ശ്രീ വി വി രാജേഷ്, ഇന്ത്യൻ പൗരനാണോ എന്ന ശ്രീ വി വി രാജേഷ്, ദയവായി നേരിട്ടുള്ള ഒരു ചോദ്യമാണ് ശ്രീ വി വി രാജേഷ്. പരത്തുകയാണ് ശ്രീ വി വി രാജേഷ്. തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനമില്ല, ആവശ്യവുമില്ല. നമുക്ക് സമാധാനമായി തന്നെ സംസാരിക്കാം. നേരിട്ടുള്ള ചില സംശയങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ആധികാരികമായ ഉറപ്പും വിശ്വാസവും ഉള്ള ആളെന്ന നിലയിൽ താങ്കൾക്ക് മറുപടി പറയാം. ഇന്ത്യൻ പൗരൻ എന്ന പദവിയിൽ താങ്കൾ അഭിമാനിക്കുന്നുണ്ടോ? താങ്കൾക്ക് ആ പദവി പ്രധാനമാണോ? അല്ല, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, ബാലിശമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ആ ചോദ്യം എങ്ങനെയാണ് ഇന്ത്യക്കാരനായ താങ്കൾക്ക് ബാലിശമായി തോന്നുന്നത്? ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മാഡം? എന്നിട്ട് ഒരൊറ്റ സെന്റൻസ് മുൻപാണല്ലോ താങ്കൾ പറഞ്ഞത് അവരെ ഈ അസമിലെ പൗരത്വ പട്ടികയിൽ നിന്ന് ഈ മുസ്ലിങ്ങളെ പുറത്താക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞത്. പൗരത്വം എന്നത് എത്ര പ്രധാനപ്പെട്ട പദവിയാണെന്നും എത്ര പ്രധാനപ്പെട്ട അവകാശമാണെന്നും ബോധ്യമുണ്ടെങ്കിൽ താങ്കൾ അങ്ങനെ സംസാരിക്കുമോ? സീനിയർ ലീഡേഴ്സിനെയും 3-4 സീനിയർ ലീഡേഴ്സിനെയും വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെയുള്ള ബാലിശമായ LKG കുട്ടികളോടുള്ള ചോദ്യങ്ങൾ താങ്കളെ പോലുള്ള ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അതാണ് പ്രശ്നം ശ്രീ വി വി രാജേഷ്. LKG കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു അനീതി BJP-ക്കാർക്കും BJP-യുടെ പ്രധാനമന്ത്രിക്കും എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് നമ്മുടെ സംശയം. നമ്മൾ ആ ചോദ്യമാണ് ആവർത്തിക്കുന്നത്. ഷാനി, ഇവിടെ ഒരു സംശയത്തിന്റെയും പ്രശ്നമില്ല. നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ താങ്കളോട് ചോദിച്ചത്, താങ്കൾക്ക് നേരിട്ട് അതിന് മറുപടി പറയാമല്ലോ. ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് അസമിലുള്ള ഈ പൗരത്വ പട്ടികയിലെ പ്രശ്നത്തിൽ ഒരാൾക്കും ഒരു അനീതി നേരിടലെന്നല്ലോ താങ്കൾ പറഞ്ഞത്. അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കില്ല എന്നാണ്. എന്ന് വെച്ചാൽ രണ്ടാം കിട മനുഷ്യന്മാരായി, ഇന്ത്യൻ പൗരത്വമില്ലാത്ത മനുഷ്യരായി അവരിവിടെ ജീവിക്കേണ്ടി വരും. ഡിഫറന്റ് ആണ്. അസമിൽ നടക്കുന്ന സമരം പറയാൻ അനുവദിച്ചു ഷാനി.
അസമിൽ നടക്കുന്ന സമരം അവിടത്തെ ആൾക്കാർ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ എത്നിക് കൾച്ചർ ചേഞ്ച് ചെയ്യും. അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ മനസ്സിലാവണേ. അതാ നിനക്ക് മനസ്സിലാവാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്തേ? നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന സമരത്തിന്റെ വിഷയം അതാണ്. ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ശ്രീ വി രാജേഷ് ഞാൻ ആവർത്തിച്ച് താങ്കളോട് പറഞ്ഞത്. താങ്കൾക്ക് ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ് താങ്കൾ. ഈ നിയമം ശരിയാണ് എന്ന് വാദിക്കുന്ന ആളാണ് താങ്കൾ. താങ്കൾക്ക് ഞങ്ങളുടെ ഈ ലളിതമായ സംശയങ്ങൾക്ക് എളുപ്പത്തിൽ മറുപടി പറയാൻ കഴിയേണ്ടതല്ലേ? എന്തുകൊണ്ട് കഴിയുന്നില്ല? താങ്കൾക്ക് ആ സംശയം മാറാത്തതുകൊണ്ടല്ലോ. ആ സംശയം താങ്കൾക്ക് മാറാത്തതുകൊണ്ടല്ലോ. മറുപടി താങ്കൾ പറഞ്ഞാലല്ലേ സംശയം മാറും ശ്രീ വി രാജേഷ്. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ രാജ്യത്ത് നിന്നും ആരും പുറത്താക്കാൻ പോകുന്നില്ല. അങ്ങനെ ജീവിക്കാൻ താങ്കൾ തയ്യാറാണോ ശ്രീ വി രാജേഷ്? അഡ്രസ് ചെയ്യേണ്ടത് പൗരത്വ നിയമം മുന്നിൽ കൊണ്ടുവന്ന് പൗരത്വ രജിസ്റ്ററിൽ നിങ്ങൾ തെളിയിക്കൂ നിങ്ങളുടെ പിതാമഹന്മാർ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നവരാണ് എന്ന് പറഞ്ഞാൽ തൽക്കാലം തെളിയിക്കാനായില്ല, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ ഈ രാജ്യത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ താങ്കൾ അത് സമ്മതിക്കുമോ? വിദേശ രാജ്യം ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നും വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ജനിച്ചു വളർന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് രേഖകൾ ഉണ്ടാകും. ആ രേഖകൾ ട്രിബ്യൂണലിന്റെ മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം ലഭിക്കും. സ്വാഭാവികമായിട്ട് പ്രോപ്പർ ചാനലിലൂടെ കിട്ടും. ഞാനിനി അതിൽ തർക്കിക്കുന്നില്ല. കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാകും എന്ന് പ്രതീക്ഷിച്ച് തിരിച്ചു വരാം ശ്രീ വി രാജേഷ്. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ.